ഗ്രാൻഡ്പായുടെ കുഞ്ഞുമക്കളെ, അപ്പാപ്പൻ കഥയുമായി ഗ്രാൻഡ്പ എത്തി. മക്കൾ കഥ കേൾക്കാൻ റെഡിയാണെങ്കിൽ ഗ്രാൻഡ്പ കഥ പറയാനും റെഡി. നമ്മളെല്ലാവരും നല്ല ഫുഡ് കഴിക്കുന്നവരല്ലേ? എന്നാൽ ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളെപ്പോലെ ജീവിക്കുന്നവരല്ല. ചിലർ നല്ല റിച്ച് പീപ്പിളായിരിക്കും, ചിലർ പൂവർ പീപ്പിളായിരിക്കും. റിച്ച് പീപ്പിളിന് എന്ത് ഭക്ഷണം വേണമെങ്കിലും വാങ്ങിക്കഴിക്കാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങാൻ ക്യാഷ് ഉണ്ടല്ലോ, അല്ലേ? എന്നാൽ പൂവർ പീപ്പിളിന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കഴിക്കുവാനുള്ള ക്യാഷ് കയ്യിലില്ല. അതുകൊണ്ട് ചിലർ ബഗേഴ്സായി മാറും. ജോലി ചെയ്യുവാൻ ആരോഗ്യമില്ലാത്തവർ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് അവരെ സഹായിക്കുന്നത് ദൈവം ഇഷ്ടപ്പെടുന്നു. എന്നാൽ ചില ആളുകൾ ബഗ് ചെയ്യുവാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വലിയ ഹാർഡ് വർക്കൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ ജോലികളിൽ അവർ ഏർപ്പെടുന്നു. ചില പാവപ്പെട്ട ആളുകൾ റോഡ് സൈഡിൽ ചെറിയ ചെറിയ ബാസ്ക്കറ്റുകളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ച് വിൽക്കുന്നത് മക്കൾ കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറില്ലേ? ഗ്രാമപ്രദേശങ്ങളിലെ വഴിവക്കുകളിൽ ഇത് സ്ഥിരമായി കാണാൻ കഴിയും. എങ്ങനെയാണ് അവർക്ക് ഈ ഫ്രൂട്ട്സ് കിട്ടുന്നത്? മക്കൾ ആലോചിക്കാറുണ്ടോ? അവർ മാർക്കറ്റിൽ പോയി കയ്യിലുള്ള പണം കൊടുത്ത് കുറച്ച് നല്ല ഫ്രൂട്ട്സ് മാത്രം വാങ്ങി ചെറിയ ബാസ്ക്കറ്റിലാക്കിയിട്ട് വെയിലും മഴയും തണുപ്പും ഒക്കെ സഹിച്ച് കാറിൽ സഞ്ചരിക്കുന്നവരുടെ നേരെ കൈകളിൽ 1-2 ഫ്രൂട്ട്സ് ഉയർത്തിപ്പിടിച്ച് വിളിച്ച് ചോദിക്കും, സാർ, ഫ്രൂട്ട്സ് വേണോ? നല്ല ഫ്രൂട്ട്സ്, വില കുറച്ച് തരാം എന്നൊക്കെ. ചിലർ കാറുകളിൽ ശ്രദ്ധിക്കാതെ ഓടിച്ചു പോകും. ചില ആളുകൾ കാറുകൾ നിർത്തി ഫ്രൂട്ട്സ് വാങ്ങിപ്പോകും. ഇങ്ങനെ റോഡ് സൈഡിൽ ഫ്രൂട്ട്സും മറ്റും വിൽക്കുന്നവരെ നമ്മൾ റോഡ് സൈഡ് വെൻഡേഴ്സ് എന്ന് വിളിക്കും. VENDORS, വെൻഡേഴ്സ്. ഇന്നത്തെ നമ്മുടെ കഥ ഒരു റോഡ് സൈഡ് വെൻഡറിനെ കുറിച്ചുള്ളതാണ്. ഒരിടത്ത് ഒരു വില്ലേജിൽ ഒരു പാവപ്പെട്ട ലേഡി താമസിച്ചിരുന്നു. അവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ആ ലേഡി അവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ ബാസ്ക്കറ്റുമായി മാർക്കറ്റിൽ പോയി കയ്യിലുള്ള ചില്ലിക്കാശ് കൊടുത്ത് കിട്ടുന്ന ഫ്രൂട്ട്സുമായി വേ സൈഡിൽ വന്നിരുന്ന് ഫ്രൂട്ട്സ് വിൽക്കുക പതിവായിരുന്നു. ഈ ലേഡിയുടെ വിഷമ അവസ്ഥ മനസ്സിലാക്കിയ ഒരു റിച്ച് മാൻ ദിവസവും അയാളുടെ വാഹനം നിർത്തി ഈ ലേഡിയുടെ പക്കൽ നിന്നും ഫ്രൂട്ട്സ് വാങ്ങാറ് പതിവുമായിരുന്നു. അയാളുടെ വാഹനം അവിടെ നിൽക്കുമ്പോൾ ലേഡിയുടെ മുഖം സന്തോഷത്താൽ നിറയുമായിരുന്നു. ഇപ്പോഴെന്തെങ്കിലും വിൽക്കുവാൻ കഴിയുമല്ലോ എന്നതായിരുന്നു അവരുടെ ആശ്വാസത്തിൻ്റെ കാരണം. അയാൾ തരുന്ന പണം കൊണ്ട് ഇന്ന് ലഞ്ച് വാങ്ങിക്കഴിക്കാമല്ലോ. അയാളും ഇങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു, ഇന്നും എനിക്കൊരാളെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് അയാൾക്ക് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കലല്ല പ്രധാനം, പിന്നെയോ അങ്ങനെ വാങ്ങുമ്പോൾ ഒരാളെ സഹായിക്കാൻ കഴിയുമല്ലോ എന്നതാണ്. അങ്ങനെ ഈ പതിവ് രണ്ടുപേരും തുടർന്നു പോന്നു. ഇനിയുമാണ് ഗ്രാൻഡ്പയുടെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഭാഗം. ഒരിക്കൽ ഈ റിച്ച് മാൻ അയാളുടെ മകനുമായി കാറിൽ വരികയായിരുന്നു. കാർ ഈ റോഡ് സൈഡിൽ വെൻഡറിൻ്റെ അടുത്ത് വന്നപ്പോൾ അയാൾ നിർത്തി പതിവ് പോലെ ഫ്രൂട്ട്സും വാങ്ങി കാറിൽ കയറി യാത്ര തുടർന്നു. എന്നാൽ അയാളുടെ മകൻ ഒരു സംശയം കുറേ നേരമായി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവൻ ചോദിച്ചു, ഡാഡി, നമ്മൾ ടൗണിലേക്കല്ലേ പോകുന്നത്? ടൗണിൽ നല്ല വലിയ സൂപ്പർ മാർക്കറ്റ്സിൽ കയറി നല്ല ഫ്രൂട്ട്സ് വാങ്ങാമായിരുന്നില്ലേ? എന്തിനാണ് ഡാഡി ഈ റോഡ് സൈഡിൽ നിന്നും വാങ്ങിയത്? ഇത് കേട്ട അവൻ്റെ ഡാഡി ഇങ്ങനെ മറുപടി പറഞ്ഞു, മകനെ, നീ ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഞാൻ ഇവിടെ നിന്നും ദിവസവും ഫ്രൂട്ട്സ് വാങ്ങുന്നതിൻ്റെ രഹസ്യം നിന്നോട് പറയുവാനിരിക്കുകയായിരുന്നു. അതായത് ആ ലേഡി ഒരു പൂവർ റോഡ് സൈഡ് വെൻഡറാണെന്ന് എനിക്ക് മനസ്സിലായി. ദിവസവും ഞാൻ ഇവിടെ നിന്നും ഫ്രൂട്ട്സ് വാങ്ങുന്നതിൽ നിന്നും കിട്ടുന്ന ലാഭം കൊണ്ടാണ് ആ പാവം ലഞ്ച് വാങ്ങിക്കഴിക്കുന്നത് പോലും.
ഒരു ദിവസം ഞാൻ അവരുടെ കയ്യിൽ നിന്നും ഫ്രൂട്ട്സ് വാങ്ങിയില്ലെങ്കിൽ അവർ അന്ന് ഉച്ചയ്ക്ക് പട്ടിണിയായിരിക്കും. മറ്റാരും ഇവിടെ കാറ് നിർത്തി ഒന്നും വാങ്ങാറില്ല. കൂടാതെ മറ്റൊരു കാര്യം മോൻ ശ്രദ്ധിച്ചോ? ഡാഡി ഒരു ഓറഞ്ച് അല്ലി തിന്നതിന് ശേഷം ബാക്കി ഓറഞ്ച് അവർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓ, ഈ ഓറഞ്ച് നല്ല മധുരമില്ല, ഇതാ തിന്നു നോക്കൂ എന്ന്. വാസ്തവത്തിൽ ആ ഓറഞ്ച് നല്ല മധുരമില്ലാത്തത് കൊണ്ടല്ല ഞാനത് പൊളിച്ചതിന് ശേഷം തിരികെ കൊടുത്തത്. അതിന് മധുരമൊക്കെ ആയിരുന്നു. പക്ഷേ ആ വെൻഡർ രാവിലെ ഒന്നും കഴിക്കാറില്ല എന്ന്, അവരുടെ പോവർട്ടിയാണ് അതിന് കാരണമെന്നും ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ ചെയ്തതുപോലെ ഓറഞ്ചിൻ്റെ ഒരല്ലി ഞാൻ എടുത്തതിന് ശേഷം ബാക്കി തിരികെ കൊടുക്കുമ്പോൾ അവർ ആ ബാക്കി കഴിച്ച് വിശപ്പ് മാറ്റുമല്ലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറയുന്നതും ബാക്കിയുള്ള ഓറഞ്ച് അവർക്ക് തിരികെ കൊടുക്കുന്നതും. അഭിമാനമുള്ള ആ ലേഡി നമ്മുടെ കയ്യിൽ നിന്നും ഔദാര്യമായിട്ട് ഫ്രീ ആയിട്ട് ഒന്നും വാങ്ങുകയുമില്ല. അതുകൊണ്ടാണ് മോൻ്റെ ഡാഡി വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി ഫ്രൂട്ട്സ് വാങ്ങാതെ ഈ പൂവർ ലേഡിയിൽ നിന്നും വേസൈഡ് വെൻഡറിൽ നിന്നും ദിവസവും ഫ്രൂട്ട്സ് വാങ്ങുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അവർക്ക് ലാഭവും കിട്ടും, ഞാൻ കൊടുക്കുന്ന ഓറഞ്ച് കഴിച്ച് വിശപ്പും മാറ്റാം. ഇപ്പോൾ മനസ്സിലായോ ഡാഡി എന്തിനാണ് ഇവിടെ ദിവസവും കാർ നിർത്തി ഓറഞ്ച് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുന്നത്? ഇത് കേട്ട മകൻ സന്തോഷത്താൽ കൈയടിച്ച് ചിരിച്ചു. എന്നിട്ട് അവൻ്റെ ഡാഡിയെ അഭിനന്ദിച്ചു. വെരി ഗുഡ് ഡാഡി, ഇതാണ് എൻ്റെ ഡാഡി. കഥ തീർന്നില്ല. ഇത്രയും ഭാഗം കഥയുടെ ഒരു വശം മാത്രം. ഇനി എന്താണ് മറുവശം? അതിങ്ങനെയാണ്. ഓറഞ്ച് വിൽപ്പനക്കാരി അവൾ കഴിച്ചുകൊണ്ടിരുന്ന ഓറഞ്ചിൻ്റെ ഒരല്ലി അവളുടെ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരിക്ക് തിന്നുവാൻ കൊടുത്തു. കൂട്ടുകാരി ആ അല്ലി രുചിച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആഹാ, ഇതിന് നല്ല മധുരം ഉണ്ടല്ലോ. പിന്നെന്തിനാ നിങ്ങളെ ആ കാറിൽ വന്ന ആ സാറ് ഓറഞ്ച് വാങ്ങിയിട്ട് അതിന് മധുരമില്ലെന്ന് പറഞ്ഞത്? കൂടാതെ നീ തൂക്കത്തിൽ കൂടുതൽ ഓറഞ്ച് അയാൾക്ക് കൊടുത്തത് ഞാൻ കാണുകയും ചെയ്തു. എല്ലാ ദിവസവും അയാൾ ഓറഞ്ചിൻ്റെ ഓരോ കുഴപ്പം പറഞ്ഞ് കഴിച്ചതിൻ്റെ ബാക്കി നിനക്ക് തന്നിട്ട് പോകാറുമുണ്ട്. ഇത് കേട്ട ആ വെൻഡർ ലേഡി ഇങ്ങനെ കൂട്ടുകാരിയോട് പറഞ്ഞു, കൂട്ടുകാരി, അയാൾ വാസ്തവത്തിൽ ഓറഞ്ചിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ പട്ടിണിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് തിന്നുവാനായി തരുന്നതാണ്. ഫ്രീ തന്നാൽ ഞാൻ വാങ്ങുകയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഓറഞ്ചിന് പുളിയാണെന്ന് പറഞ്ഞ് ഒരെണ്ണം അയാൾ വാങ്ങിയതിൽ നിന്നും ദിവസവും എനിക്ക് തിരികെ തന്നിട്ട് പോവുകയാണ്. എന്തിനാണ്? ഞാൻ പട്ടിണിയാണല്ലോ, എൻ്റെ വിശപ്പ് മാറട്ടെന്ന് കരുതി. അദ്ദേഹത്തിന് ദരിദ്രരോട് അത്ര മനസ്സലിവുണ്ട്. ഇത് കേട്ട ആ വെൻഡർ ലേഡിയുടെ കൂട്ടുകാരി ഇങ്ങനെ ചോദിച്ചു, അപ്പോൾ എല്ലാ ദിവസവും അയാളിൽ നിന്നും ഫ്രീ ആയി ഒരു ഓറഞ്ച് നീ വാങ്ങിക്കഴിക്കുന്നത് മോശമല്ലേ? അയാൾക്ക് അയാൾ തരുന്ന കാശിനുള്ള കറക്റ്റ് വെയിറ്റ് തൂക്കിക്കൊടുത്താൽ പോരെ? ഇങ്ങനെ ദിവസവും കുറ്റം പറയുന്നവർക്ക് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കേട്ട വെൻഡർ ലേഡി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൂട്ടുകാരി, അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും അയാൾക്ക് ഓറഞ്ച് തൂക്കി കൊടുക്കുമ്പോൾ ഒരെണ്ണം അധികം കൊടുക്കും. ഇതറിയാതെയാണ് അയാൾ എനിക്ക് ഓറഞ്ച് തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അയാൾക്ക് നഷ്ടവുമില്ല. എന്നെ സഹായിച്ചു എന്നുള്ള മനസ്സിൻ്റെ തൃപ്തി അയാൾക്കും ഉണ്ടാകും. ദിവസവും ഓറഞ്ച് ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് കാരണം അതിൻ്റെ ലാഭം എനിക്ക് കിട്ടുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിയ വെൻഡർ ലേഡിയുടെ കൂട്ടുകാരി കാറിൽ വന്ന് ഓറഞ്ച് വാങ്ങിയ പണക്കാരനെയും വെൻഡർ ലേഡിയെയും അകമഴിഞ്ഞ് അഭിനന്ദിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്താണ് മക്കളെ ഇതിൻ്റെ മോറൽ? നാം എല്ലാം പരസ്പരം സ്നേഹിക്കേണ്ടവരും സഹായം ചെയ്യേണ്ടവരുമാണ് കേട്ടോ. ഗിവ് ആൻഡ് ടേക്ക് മസ്റ്റ് ബി അവർ പോളിസി. ഓക്കെ മക്കളെ, മറ്റൊരു കഥയുമായി ഗ്രാൻഡ് ബാ മറ്റൊരു ദിവസം വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്.